വയനാട് പുത്തുമലയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വയനാട് സൌത്ത് ഡിഎഫ്ഒ. കുടുംബത്തിന് 30 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള ശുപാർശ സർക്കാരിന് നൽകുമെന്നും ഡിഎഫ്ഒ ആഷിഖ് അലി പറഞ്ഞു. പുത്തുമല സ്വദേശിനി ജസ്നയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. മേപ്പാടി ടൗണിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കാട്ടാലക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലവിൽ അലയടിക്കുന്നുണ്ട്. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഡിഎഫ്ഒ നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ലോഹിനി, പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നത്. റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നാട്ടുകാർ കടന്നിരുന്നു. വലിയ ജനരോഷമാണ് പ്രദേശത്ത് നിന്ന് ഉയർന്നത്. ഒടുവിലാണ് ഇപ്പോൾ ഡിഎഫ്ഒ ആഷിഖ് അലി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മരണപ്പെട്ട ജസ്സിയുടെ കുടുംബത്തിന് 30 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള ശുപാർശ സർക്കാരിന് നൽകുമെന്ന് പറഞ്ഞു. ഇതിനോടകം 5 ലക്ഷം രൂപ കുടുംബത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകാനുള്ള ശുപാർശയും സർക്കാരിന് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ നാട്ടുകാർ ഏറ്റവും അധികം പ്രതിഷേധിച്ചിരുന്നത് ഈ അക്രമം നടത്തിയ കാട്ടാന പ്രദേശത്ത് സ്ഥിരം പ്രശ്നമുണ്ടാക്കാറുണ്ട്, നാട്ടിലേക്ക് പ്രദേശത്തേക്കൊക്കെ ഇറങ്ങാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് പ്രദേശത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വയനാട് ഡിഎഫ്ഒ ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നടപടി എന്ന് പറയുന്നത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ അത് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം കൂടിയായിരിക്കും. ഈ ആക്രമണത്തിന് ശേഷം ആന ഉൾക്കാട്ടിലേക്ക് കടന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പോലും ആളുകളുടെ ഒരു ജനരോഷം അവിടെ നിന്ന് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് സ്ഥിരമായി ഈ പ്രദേശത്തോട്, ഈ ചുണ്ടേൽ പ്രദേശത്ത്, മേപ്പാടി പ്രദേശത്തൊക്കെ സ്ഥിരം കാട്ടാനകൾ, വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്. സ്ഥിരം അവിടെ 4 മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലൊരു സ്ത്രീക്ക് ഗുരുതരമായി കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവരുടെ കൃഷി നശിപ്പിക്കുന്നുണ്ട്, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് ആ പ്രദേശവാസികൾ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു മരണം കൂടി, തങ്ങൾക്കൊപ്പം നിന്ന, തങ്ങളോട് ചേർത്ത് പിടിച്ച, തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ജസ്സി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് കൂടി ഇന്ന് മരണം സംഭവിക്കുന്നത്. മാത്രമല്ല, ഈ ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ഷാജി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ആളുകൾ പ്രതികരണം നടത്തുന്ന സമയത്ത് ഇവർ പറയുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ആക്രമണം, കാട്ടാനയുടെ ഈ ആക്രമണം കൺമുന്നിൽ കാണുമ്പോൾ പോലും അവർ ജീവന് വേണ്ടി പിടയുമ്പോൾ പോലും തങ്ങൾക്ക് പോയി രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ കാട്ടാന ആക്രമിച്ചതിന് ശേഷവും ഇവർക്ക് അരികിൽ കാട്ടാന നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാവൽ ഏർപ്പെടുത്തണമെന്ന് കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധം. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.